സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വെറും ഒരു മോട്ടിവേഷണൽ സംസാരം മാത്രമല്ല. ഇതൊരു മാനസിക ശക്തിയാണ്. നിങ്ങളിത് പഠിച്ചെടുത്താൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളും നിങ്ങളെ നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടില്ല. ആരും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കില്ല. നിങ്ങളുടെ വികാരങ്ങളെ വെച്ച് കളിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. അതുപോലെ ആർക്കും നിങ്ങളെ ഉപയോഗിച്ച് വലിച്ചെറിയാനും കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ ശരിക്കും സാധ്യമാണോ എന്ന്. തീർച്ചയായും സാധ്യമാണ്. ഏറ്റവും അതിശയകരമായ കാര്യമെന്തെന്നാൽ ഇതിനായി നിങ്ങൾ ആരോടും വഴക്കിടേണ്ടതില്ല, ഉച്ചത്തിൽ സംസാരിക്കേണ്ടതില്ല, ദേഷ്യപ്പെടേണ്ടതുമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ചാണക്യന്റെ ആ 12 അപകടകരമായ തന്ത്രങ്ങൾ മാത്രമാണ്. അത് പഠിച്ചാൽ ആളുകൾ സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കാൻ തുടങ്ങും. ചാണക്യൻ പറയുന്നു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് നല്ല ഹൃദയമുള്ളവരാണ്. എന്നാൽ അവർക്ക് അതിരുകൾ നിശ്ചയിക്കാൻ അറിയില്ല. അവർ എല്ലാവർക്കും ആവശ്യത്തിലധികം പ്രാധാന്യം നൽകുന്നു. താൻ എത്ര പരിധി ലംഘിച്ചാലും ഇവൻ ഒന്നും പറയില്ല എന്ന് മറ്റേയാൾക്ക് മനസ്സിലാകുന്ന നിമിഷം മുതൽ കളി തുടങ്ങുകയായി. ബോസാകട്ടെ, സുഹൃത്താകട്ടെ, ബന്ധുവാകട്ടെ, അല്ലെങ്കിൽ സ്വന്തം ആളുകളാകട്ടെ, ആദ്യം അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ വാക്കുകൾക്കുള്ള വില നഷ്ടപ്പെടും. പതുക്കെ പതുക്കെ നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കപ്പെടും. എന്നാൽ ഇന്നു മുതൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ആളുകളെ അവരുടെ യഥാർത്ഥ സ്ഥാനത്ത് നിർത്താനുള്ള കലയാണ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനിയൊന്ന് നിർത്തൂ. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആ 5 പേരെ ഓർക്കുക. സത്യമെന്തെന്നാൽ ആ 5 പേർക്കും എപ്പോഴെങ്കിലും നിങ്ങൾ അവർ അർഹിക്കുന്നതിലും കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ടാകും. അവർ അർഹിക്കാത്ത സ്ഥാനം നിങ്ങൾ അവർക്ക് നൽകി. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തിക്ക് അവരർഹിക്കുന്നതിലും ഉയർന്ന സ്ഥാനം നിങ്ങൾ നൽകുമ്പോൾ അവരാണ് നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ ആദ്യം ശ്രമിക്കുന്നത്. യഥാർത്ഥ സ്ഥാനം കാണിക്കുക എന്നാൽ അവരെ അപമാനിക്കുക എന്നല്ല അർത്ഥം. അതിനർത്ഥം അതിരുകൾ നിശ്ചയിക്കുക എന്നാണ്. അതായത് ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ അവിടെ വെച്ചുതന്നെ അവരെ തടയുന്ന ഒരു അദൃശ്യരേഖ, വളരെ ശാന്തമായ മനസ്സോടെ എന്നാൽ പൂർണ്ണശക്തിയോടെ. അതിനാൽ സുഹൃത്തുക്കളെ, ആളുകൾ നിങ്ങളെ ഭയപ്പെടണമെന്നല്ല, മറിച്ച് നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആളുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനു മുമ്പ് ആരെങ്കിലും 100 വട്ടം ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പോകുന്ന ചാണക്യന്റെ 12 ഏറ്റവും അപകടകരമായ തന്ത്രങ്ങളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതെ, ഇത്തരത്തിലുള്ള അറിവ് എല്ലാവർക്കും ലഭിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും നൽകി നിങ്ങളുടെ സാന്നിധ്യം തീർച്ചയായും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഞങ്ങളെ അറിയിക്കുക. ഇനി സമയം കളയാതെ തുടങ്ങാം. ആളുകളെ അവരുടെ യഥാർത്ഥ സ്ഥാനം ഓർമ്മിപ്പിക്കുന്ന ചാണക്യനീതിയിലെ ആ രഹസ്യതന്ത്രങ്ങൾ. ഒന്നാമത്തെ നിയമം: ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരാളെയും അനുവദിക്കരുത്. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ തകർച്ച ആരംഭിക്കുന്ന ആദ്യത്തെയും ഏറ്റവും അപകടകരവുമായ തെറ്റ് ഇതാണ്. മറ്റേയാൾ തനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അച്ഛനാണ്, സഹോദരനാണ്, ഭർത്താവോ ഭാര്യയോ ആണ്, സുഹൃത്തോ ബോസോയാണ് എന്നൊക്കെ കരുതി കുറച്ചൊക്കെ സഹിക്കാമെന്ന് ആളുകൾ ചിന്തിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, സഹനശക്തിക്കും ദൗർബല്യത്തിനുമിടയിൽ വളരെ നേർത്തൊരു രേഖ മാത്രമേയുള്ളൂ. ഒരു വ്യക്തി ആ രേഖ കടക്കുമ്പോൾ അവൻ നിങ്ങളെ തുല്യനായല്ല, മറിച്ച് അവന് താഴെയുള്ള ഒരാളായി കാണാൻ തുടങ്ങും. ആധിപത്യം സ്ഥാപിക്കുന്നത് ഒരിക്കലും പെട്ടെന്നല്ല, വളരെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഇതിന്റെ തുടക്കം. പലപ്പോഴും ചെറിയ കാര്യമെന്ന് പറഞ്ഞ് നമ്മളത് ഒഴിവാക്കാറുണ്ട്. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളെ അകാരണമായി ശകാരിക്കുകയും നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. ഒരാൾ നിങ്ങളുടെ സംസാരം തടസ്സപ്പെടുത്തുന്നു, നിങ്ങളുടെ തീരുമാനങ്ങൾ റദ്ദാക്കുന്നു. നിങ്ങളത് എതിർക്കുന്നില്ല. നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും വികാരങ്ങൾക്കും ആരും വിലകൽപ്പിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ പുഞ്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്. മറ്റേയാളുടെ മനസ്സിൽ ഒരു കാര്യം ഉറയ്ക്കുന്നു: ഇവൻ സഹിക്കും, ഇവനെ അടിച്ചമർത്താം. തുടർന്ന് അയാൾ പതുക്കെ നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ഉച്ചത്തിൽ സംസാരിച്ചു, നാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, മറ്റന്നാൾ നിങ്ങളുടെ ആത്മാഭിമാനം തകർത്തു. എപ്പോഴാണ് നിങ്ങൾ അയാളുടെ കാൽക്കീഴിലായതെന്ന് നിങ്ങൾ പോലും അറിയില്ല. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഒരു തവണ നിങ്ങളെ അടിച്ചമർത്തിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അയാൾ നിങ്ങളെ ജീവിതകാലം മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. അതിനാൽ ആദ്യത്തെ തിരിച്ചടി തന്നെ അവസാനത്തേതായിരിക്കണം. അതിനർത്ഥം നിങ്ങൾ വഴക്കിടണമെന്നോ മോശമായി പെരുമാറണമെന്നോ അല്ല. ഇവിടെ ചാണക്യന്റെ തന്ത്രം ഇതിലും ഭയാനകമാണ്. പുഞ്ചിരിയോടെ ശാന്തമായി, എന്നാൽ ഈ വ്യക്തി വഴങ്ങില്ല എന്ന് മറ്റേയാൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വളരെ ശക്തമായി മറുപടി നൽകുക. ആദ്യ തവണ തന്നെ അയാളുടെ അതിരുകൾ നിശ്ചയിക്കുക. കാരണം ആദ്യ തവണ തന്നെ തടയപ്പെടുന്നവരാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകുന്നത്. സുഹൃത്തുക്കളെ ഓർക്കുക, സ്വയം ബഹുമാനിക്കാത്ത ഒരാളോട് ലോകം അതിലും മോശമായാണ് പെരുമാറുന്നത്. ഇന്ന് നിങ്ങളെത്തന്നെ രക്ഷിക്കാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും നിങ്ങളുടെ വില നിശ്ചയിക്കും. ഇതാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള കല ഈ ആദ്യ നിയമത്തിൽ നിന്ന് ആരംഭിക്കുന്നതിന് കാരണം. നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും ആരെയും അനുവദിക്കരുത്. ഇതാണ് ചാണക്യന്റെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ തന്ത്രം. രണ്ടാമത്തെ നിയമം: ഒരിക്കലും നിങ്ങളുടെ ദൗർബല്യം മറ്റൊരാളുടെ മുന്നിൽ കാണിക്കരുത്. സുഹൃത്തുക്കളെ, ഈ നിയമം കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും അത്ര തന്നെ അപകടകരവുമാണ്.
കാരണം ലോകം സഹതാപമല്ല, മറിച്ച് അവസരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആളുകൾ നിങ്ങളുടെ ദൗർബല്യത്തെ ദൗർബല്യമായല്ല, നിസ്സഹായതയായാണ് കാണുന്നത്. ആരുടെയെങ്കിലും മുന്നിൽ നിങ്ങൾ തകർന്നു കരയുകയോ നിങ്ങളുടെ ഭയമോ കുറവുകളോ നിസ്സഹായതയോ തുറന്നു കാണിക്കുകയോ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങൾ അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായി മാറുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അവൻ നിങ്ങളെ മനസ്സിലാക്കുന്നവനായി തോന്നും, സഹതാപം കാണിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവൻ നിങ്ങളുടെ അതേ ദൗർബല്യത്തെ ഒരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ടാകും. ചാണക്യൻ പറയുന്നു, ദൗർബല്യം വെളിപ്പെടുത്തുകയെന്നാൽ സ്വയം നഗ്നനാകുന്നതിന് തുല്യമാണ്. ഇന്നവൻ നിങ്ങളുടെ വാക്ക് കേൾക്കും, നാളെ അതേ കാര്യം വെച്ച് നിങ്ങളെ ഭയപ്പെടുത്തും. മറ്റന്നാൾ അതേ ദൗർബല്യം വെച്ച് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അയാൾ നിങ്ങളെ ചീത്ത പറഞ്ഞില്ല, അടിച്ചില്ല, എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ വച്ച് കളിക്കാൻ തുടങ്ങി. ഇതിലെ ഏറ്റവും വലിയ അപകടമെന്തെന്നാൽ ഒരുപക്ഷെ തെറ്റ് എന്റെ തന്നെയാകാം എന്ന് കരുതി നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും എന്നതാണ്. ഇതാണ് മാനസിക അടിമത്തം. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്. ചാണക്യന്റെ സൂത്രവാക്യം വളരെ വ്യക്തമാണ്. ആ ദൗർബല്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന, പരിഹാരം നൽകാൻ കഴിയുന്ന, വഴി കാണിച്ചു തരാൻ കഴിയുന്ന, നിങ്ങളെ ശക്തനാക്കാൻ കഴിയുന്ന വ്യക്തിയോട് മാത്രം നിങ്ങളുടെ ദൗർബല്യം പറയുക. ബാക്കിയുള്ള ലോകത്തിനു മുന്നിൽ നിങ്ങൾ എപ്പോഴും സമചിത്തതയുള്ളവനും ശാന്തനും ശക്തനുമായി കാണപ്പെടണം. ഇതിനർത്ഥം നിങ്ങളൊരു കല്ലായി മാറണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങൾ എല്ലാവരെയും കാണിക്കേണ്ടതില്ല എന്നാണ് ഇതിനർത്ഥം. കാരണം അത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല. സുഹൃത്തുക്കളെ ഓർക്കുക, ആളുകൾ ശക്തനായ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കുകയും ദുർബലനായ വ്യക്തിയെ വെച്ച് കളിക്കുകയും ചെയ്യുന്നു. ഇതാണ് ലോകത്തിന്റെ കൈപേറിയ സത്യം. നിങ്ങൾ ശക്തനായി കാണപ്പെടുമ്പോൾ ആളുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കും. നിങ്ങൾ ദുർബലനായി കാണപ്പെടുമ്പോൾ ആളുകൾ അതിരുകൾ കടക്കാൻ തുടങ്ങുന്നു. അതിനാൽ നിങ്ങളുടെ കൂടെ ഭയത്തോടെ ആര് നടക്കും, നിങ്ങളെ വെച്ച് കളിക്കാൻ ആര് ധൈര്യപ്പെടുമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. കാരണം ചാണക്യനീതി ഇതാണ് പഠിപ്പിക്കുന്നത്. സ്വന്തം ദൗർബല്യം മറച്ചുവെക്കാൻ പഠിച്ചവൻ ആളുകളെ അവരുടെ സ്ഥാനം ഓർമ്മിപ്പിക്കാനും പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ നിയമം, ഏറ്റവും അപകടകരമായ നിയമം, ഒരിക്കലും ആർക്കും വീണ്ടും വീണ്ടും അവസരം നൽകരുത്. സുഹൃത്തുക്കളെ, ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ പോലും വഞ്ചിക്കപ്പെടുന്ന ഇടമാണിത്. നമ്മൾ ചിന്തിക്കും, സാരമില്ല, ആദ്യത്തെ തവണയല്ലേ, തെറ്റുപറ്റിപ്പോയി. രണ്ടാമത്തെ തവണയും നമ്മൾ ചിന്തിക്കും, കുഴപ്പമില്ല, മനുഷ്യനല്ലേ എന്ന്. എന്നാൽ മൂന്നാമതും അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ അവിടെ തെറ്റ് അയാളുടേതല്ല, അത് നിങ്ങളുടെ തെറ്റായി മാറുന്നു. കാരണം ഇപ്പോൾ അതയാളുടെ ശീലമായി മാറി. ചാണക്യൻ പറയുന്നു, നിങ്ങൾ 3 തവണ ആരോടാണോ ക്ഷമിച്ചത്, അയാൾ 4ാമത്തെ തവണ നിങ്ങളെ അയാളുടെ അടിമയായി കണക്കാക്കും. നിങ്ങളൊന്നും പ്രതികരിക്കില്ലെന്ന് അയാൾക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് ചാണക്യന്റെ നയം വ്യക്തമാണ്. രണ്ടാമത്തെ തെറ്റിൽ തന്നെ അകലം പാലിക്കുക. ദേഷ്യമില്ലാതെ, ബഹളമില്ലാതെ, ഒരു നാടകവുമില്ലാതെ വെറുതെ നിശബ്ദമായി പിന്മാറുക. നിശബ്ദമായി ഉണ്ടാക്കിയ ഈ അകലം മറ്റേയാളെ അയാളുടെ യഥാർത്ഥ സ്ഥാനം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. അത് ചെയ്യാൻ മറ്റാരെയും അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന അതേ ബഹുമാനം മാത്രമേ ആളുകൾ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. നിങ്ങൾ എല്ലാവരുടെയും കൂടെ തലയാട്ടുകയാണെങ്കിൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടിയാൽ, എല്ലായിടത്തും എപ്പോഴും നിങ്ങളെ കിട്ടുമെങ്കിൽ ലോകം നിങ്ങളെ വിലയില്ലാത്തതായി കണക്കാക്കും. സ്വന്തം മൂല്യം അറിയാത്തവനെ വിപണിയിൽ ആരും ചോദിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തെ വിലപ്പെട്ടതാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ വിലപ്പെട്ടതാക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലപ്പെട്ടതാക്കുക. നിങ്ങളെ ആഗ്രഹിക്കുന്നവർ അതിനുള്ള വില കൊടുക്കട്ടെ. ഇനി സൗജന്യമായി ഒന്നും ലഭിക്കില്ല. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള വളരെ അപകടകരവും ഫലപ്രദവുമായൊരു മാർഗമാണ് നിശബ്ദത. ആരെങ്കിലും നിങ്ങളോട് ചൂടാകുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുമ്പോൾ പുഞ്ചിരിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുക. ഈ നിശബ്ദത മറ്റേയാളുടെ മനസ്സിലൊരു കൊടുങ്കാറ്റുണ്ടാക്കും. ഇവൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നവൻ ചിന്തിക്കാൻ തുടങ്ങും. ഇവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഈ ഭയം അവനെ അവന്റെ പരിധിയിൽ നിർത്തും. ചാണക്യൻ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു, ഒപ്പം മറ്റേയാളുടെ തലച്ചോറ് ഏറ്റവും മോശമാവുകയും ചെയ്യുന്നു. മറ്റൊരു നിയമം കൂടി മനസ്സിൽ കുറിച്ചിടുക. നിങ്ങൾക്ക് അവരുടെ ആവശ്യമുണ്ടെന്ന് ഒരിക്കലും ആരെയും തോന്നിപ്പിക്കരുത്. അവർക്കൊപ്പമല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കളി കഴിഞ്ഞു. ഇനി അവർ നിങ്ങളെ വിരൽത്തുമ്പിലിട്ട് നൃത്തം ചെയ്യിക്കും, ഉപയോഗിക്കും, വൈകാരികമായി തകർക്കും. ചാണക്യനീതി പറയുന്നു, നിങ്ങളുടെ ആവശ്യം ഒരിക്കലും പ്രകടിപ്പിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാത്തതുപോലെ സ്വന്തമാക്കുക. ആരുടെയും പിന്നാലെ പോകാത്ത വ്യക്തിയുടെ പിന്നാലെയാണ് ലോകം ഓടുന്നത്. നിങ്ങൾ ഓടിയാൽ ആളുകൾ നിങ്ങളെ ചവിട്ടും. നിങ്ങൾ നിന്നാൽ ആളുകൾ സ്വയം അടുത്തേക്ക് വരും. ബന്ധുക്കളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം അവരിൽ നിന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിക്കുക എന്നതാണ്. പ്രതീക്ഷ ഉപേക്ഷിച്ച അന്ന് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ കുറ്റപ്പെടുത്തും, നിങ്ങൾ പുഞ്ചിരിക്കും, അവർ നിങ്ങളെ തരംതാഴ്ത്തും, നിങ്ങളത് അവഗണിക്കും. പതുക്കെ പതുക്കെ അതേ ബന്ധുക്കൾ മാറാൻ തുടങ്ങും. കാരണം യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മനുഷ്യനാണ് ഏറ്റവും വലിയ ശക്തിമാൻ.
പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അടിമത്തം എന്ന് ചാണക്യൻ പറയുന്നു. സുഹൃത്തുക്കളുടെ കാര്യത്തിലും ഇതേ നിയമം തന്നെയാണ് ബാധകം. ആവശ്യസമയത്ത് മാത്രം ഓർക്കുന്ന സുഹൃത്തിനെ അടുത്ത തവണ ഓർക്കരുത്. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മുന്നിൽ മധുരമായി സംസാരിക്കുകയും പിന്നിൽ വിഷം തുപ്പുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങളെ അടിച്ചമർത്താത്തവനും സ്വന്തമായി അടിച്ചമർത്തപ്പെടാത്തവനുമാണ് യഥാർത്ഥ സുഹൃത്ത്. ഓഫീസിലെ ബോസിനെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും ശക്തമായ മാർഗം മികച്ച ജോലി നൽകുക, കുറച്ച് സംസാരിക്കുക. മുഖസ്തുതി പറയുന്നവൻ എപ്പോഴും അടിമയായിരിക്കും. നിങ്ങൾ ശാന്തമായി റിസൾട്ട് നൽകുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുക. ബോസ് നിങ്ങളെ സ്വയം ബഹുമാനിക്കും. കാരണം മുഖസ്തുതി പറയാത്തവനെ ആളുകൾക്ക് ഭയമാണ്. നിശബ്ദനായിരിക്കുന്നവൻ അവസാനം രാജാവാകുമെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും ഇതേ നിയമമാണുള്ളത്. ബഹുമാനം തുല്യമായിരിക്കണം. എന്നൊരാൾ മറ്റൊരാൾക്ക് അർഹതയില്ലാത്തത്ര ഉയർന്ന സ്ഥാനം നൽകുന്നുവോ അന്ന് ബന്ധം വഷളാകാൻ തുടങ്ങുന്നു. ഒരാൾ അടിച്ചമർത്തുകയും മറ്റൊരാൾ സഹിക്കുകയും ചെയ്യുന്നിടത്ത് അതൊരു ബന്ധമല്ല, യുദ്ധമാണെന്ന് ചാണക്യൻ പറയുന്നു. അവസാനം ഇത്രമാത്രം ഓർക്കുക: നിങ്ങളുടെ സ്ഥാനം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടവരാകുന്നുവോ ആളുകൾ നിങ്ങളെ അത്രയും വിലയുള്ളവരായി കണക്കാക്കും. നിങ്ങൾ എത്ര ശാന്തനും ശക്തനുമാകുന്നുവോ ആളുകൾ അത്രത്തോളം ഭയപ്പെടും. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ അവരുടെ സ്ഥാനം നിങ്ങളുടെ കൈകളിലാകും. എങ്ങനെ ശക്തനാകണം, എങ്ങനെ നിശബ്ദനാകണം, അതിരുകൾ എങ്ങനെ നിർണയിക്കണം എന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചു. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ രഹസ്യതന്ത്രങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നറിയാതെ തന്നെ ആളുകൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ തുടങ്ങും. തയ്യാറാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ചാണക്യന്റെ യഥാർത്ഥവും ഏറ്റവും അപകടകരവുമായ നയം ഇപ്പോൾ ആരംഭിക്കുന്നു. ഇനി ഏറ്റവും അടിസ്ഥാനപരവും അപകടകരവുമായ ഈ സത്യം മനസ്സിലാക്കുക: നിങ്ങൾ എത്രത്തോളം വഴങ്ങാൻ തയ്യാറാണോ അത്രത്തോളം ആളുകൾ നിങ്ങളെ അടിച്ചമർത്തും. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയും പെട്ടെന്ന് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കില്ല. അവൻ ആദ്യം നിങ്ങളെ പരീക്ഷിക്കും. ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴോ മോശമായി സംസാരിക്കുമ്പോഴോ അപമാനിക്കുമ്പോഴോ അവൻ നിങ്ങളുടെ പരിധി അളക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്രത്തോളം താഴാൻ കഴിയുമെന്ന് അവൻ നോക്കുകയാണ്. നിങ്ങളൊരിക്കൽ തലകുനിക്കുന്ന ആ ദിവസം അയാൾക്ക് എല്ലാ ദിവസവും നിങ്ങളെ തലകുനിപ്പിക്കാനുള്ള ലൈസൻസ് നിങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങളെ അപമാനിക്കുകയും നിങ്ങൾ ചിരിച്ചുകൊണ്ട് അത് സഹിക്കുകയും ചെയ്താൽ അയാൾ നിങ്ങളുടെ അപമാനം എന്നേക്കുമായി ബുക്ക് ചെയ്തു കഴിഞ്ഞുവെന്ന് ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ടാണ് ചാണക്യന്റെ നയം ഇവിടെ വളരെ നേരായതും വളരെ അപകടകരവുമാകുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുമ്പോൾ തർക്കിക്കരുത്, ദേഷ്യം കാണിക്കരുത്, ന്യായീകരിക്കരുത്. അവിടെ വെച്ച് തന്നെ അയാളെ തടയുക. ശാന്തമായ സ്വരത്തിൽ കണ്ണുകളിൽ നോക്കി ഒരു വരി മാത്രം പറയുക: ഇങ്ങനെ സംസാരിക്കരുത്. അത്രമാത്രം, ഒരു വാക്ക് കൂടുതലുമില്ല, ഒരു വാക്ക് കുറവുമില്ല. നിങ്ങളെ അടിച്ചമർത്തുക എളുപ്പമല്ലെന്ന് ഈ ഒരൊറ്റ വാചകം മറ്റേയാളോട് പറയുന്നു. ആദ്യ തവണ തന്നെ സ്വന്തം അതിർവരമ്പുകൾ കാണുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കാൻ ധൈര്യപ്പെടില്ല. ഇനി ചാണക്യന്റെ രണ്ടാമത്തെയും അതിലും അപകടകരവുമായ ആയുധം മനസ്സിലാക്കുക: നോട്ടത്തിന്റെ കളി. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കുറച്ചേ കേൾക്കൂ. അവർ നിങ്ങളുടെ കണ്ണുകളെയാണ് കൂടുതൽ വായിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും അഹങ്കാരം കാണിക്കുമ്പോൾ, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, തന്റെ സ്ഥാനം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അയാളെ ശ്രദ്ധയോടെ നോക്കുക. ചിരിക്കാതെ, കണ്ണു ചിമ്മാതെ, തികച്ചും തണുത്തതും ആഴത്തിലുള്ളതുമായ നോട്ടത്തോടെ 10 സെക്കൻഡ്, 15 സെക്കൻഡ്, എത്രത്തോളം കഴിയുമോ അത്രയും നേരം ഒന്നും മിണ്ടാതിരിക്കുക. മറ്റേയാൾ ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങും. അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ കറങ്ങാൻ തുടങ്ങും. ഇവൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവൻ എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഭയം അവന്റെ എല്ലാ അഹങ്കാരവും ഇല്ലാതാക്കും. വാക്കുകൾക്ക് മുമ്പ് കണ്ണുകളാണ് ആക്രമിക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നു. ആരുടെ കണ്ണിലാണോ ആത്മവിശ്വാസവും തീയും ഉള്ളത് അവനെ തൊടാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പ്രാക്ടീസ് തുടങ്ങുക. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം നോക്കുക. സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാൻ പഠിക്കുക. എന്ന് നിങ്ങൾ നിങ്ങളെത്തന്നെ ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കണ്ണുകളുടെ ശക്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അന്ന് ലോകം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. ശാന്തവും ആഴത്തിലുള്ളതും വളരെ അപകടകരവുമായ ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ചാണക്യനീതി ഇതാണ്. ഇനി മൂന്നാമത്തെ ആയുധം: അകലത്തിന്റെ ഭയം. സുഹൃത്തുക്കളെ, എത്ര കൂടുതൽ ആളുകൾ നിങ്ങളോട് അടുക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും എന്നത് തികച്ചും കൈപ്പേറിയൊരു സത്യമാണ്. വളരെ കൂടിയ അടുപ്പം പതിയെ പതിയെ അപമാനമായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ ഒരിക്കലും പൂർണ്ണമായി ലഭ്യമാകാതിരിക്കാൻ കാരണം ഇതാണ്. അവർ വളരെ അകലെയുമല്ല, വളരെ അടുത്തുമല്ല. ആളുകൾക്ക് അവരെ കാണാനും അനുഭവിക്കാനും കഴിയുന്ന, എന്നാൽ തൊടാൻ കഴിയാത്തത്ര അകലം അവർ എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് വളരെ അടുക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഇടപെടുകയും ചെയ്യുമ്പോൾ ഒരു പടി പിന്നോട്ട് മാറുക എന്നതാണ് ചാണക്യന്റെ യഥാർത്ഥ തന്ത്രം. ആരെങ്കിലും നിങ്ങളെ ദിവസവും വിളിക്കുകയോ എപ്പോഴും മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനടി മറുപടി നൽകുന്നത് നിർത്തുക. വൈകി മറുപടി നൽകുക. ഒരു ദിവസം വിട്ടുകൊടുക്കുക, പിന്നെ 2 ദിവസം വിട്ട് യാതൊന്നും പറയാതെ മറുപടി നൽകുക. പതുക്കെ പതുക്കെ തനിക്ക് നിങ്ങളിലേക്കുള്ള പ്രവേശനം കുറഞ്ഞുവെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകും.
തനിക്ക് പ്രവേശനം കുറയുന്നത് കാണുമ്പോൾ ഏതൊരാളും സ്വയം മാറാൻ തുടങ്ങും. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ലെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ അകലെ നിന്ന് തിളങ്ങുന്നതിനായി ആളുകൾ കൊതിക്കുന്നു. അകലം നിങ്ങളെ ശാന്തനും തണുത്തവനും അപകടകാരിയുമാക്കുന്നു. ഇനി 4ാമത്തെ നിയമം മനസ്സിലാക്കുക. നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ഒരിക്കലും ആരോടും പറയരുത്. പണമോ സമയമോ ശക്തിയോ വികാരങ്ങളോ ആകട്ടെ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ആളുകൾ എപ്പോഴും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് അവർക്കറിയാമെങ്കിൽ അവർ കടം ചോദിക്കും. നിങ്ങൾക്ക് സമയമുണ്ടെന്ന് മനസ്സിലായാൽ അവർ നിങ്ങളുടെ സമയം വലിച്ചെടുക്കും. നിങ്ങൾ വളരെ ഇമോഷണലാണെന്ന് അവർക്ക് മനസ്സിലായാൽ അവർ നിങ്ങളുമായി വൈകാരിക കളികൾ കളിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു നിഗൂഢതയായി തുടരണമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങൾ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ഇതെല്ലാം എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ആളുകൾ നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ചറിയുന്നുവോ അത്രയധികം അവർ നിങ്ങളെ ബഹുമാനിക്കും. കാരണം ഒരു വ്യക്തിയുടെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുമ്പോൾ അവന്റെ വില പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങുന്നു. നിഗൂഢത നിങ്ങളെ ശക്തനാക്കുന്നു, ശാന്തനാക്കുന്നു, അതിലുപരി അപകടകാരിയാക്കുന്നു. ഇതാണ് ചാണക്യനീതി. കുറച്ച് കാണുക, കുറച്ച് സംസാരിക്കുക, എന്നാൽ ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ സ്വാധീനം അവശേഷിപ്പിക്കുക. 5ാമത്തെ ഏറ്റവും അപകടകരമായ ആയുധം തിരിച്ചുള്ള ആക്രമണം. സുഹൃത്തുക്കളെ, മറ്റൊരാളെ തൊടാതെ തന്നെ മുറിവേൽപ്പിക്കുന്ന തന്ത്രമാണിത്. ആരെങ്കിലും നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുമ്പോഴോ ഒരു സാധാരണ മനുഷ്യൻ ദേഷ്യത്തോടെ മറുപടി നൽകുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ചാണക്യന്റെ നയം നേരെ മറിച്ചാണ്. ഇവിടെ മറുപടി നൽകുന്നുണ്ട്, പക്ഷേ ശാന്തമായ മനസ്സോടെ, പുഞ്ചിരിയോടെ. ആരെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുവെന്ന് കരുതുക. നിങ്ങൾ ദേഷ്യപ്പെടുകയും ന്യായീകരിക്കാൻ തുടങ്ങുകയും ചെയ്താൽ നിങ്ങൾ കുടുങ്ങി. എന്നാൽ ശാന്തമായ സ്വരത്തിൽ, അതെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാൽ നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ഇന്നുവരെ നീ എവിടെയെത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ കളി അവിടെ തീർന്നു. ഒറ്റ വാചകത്തിൽ നിങ്ങൾ അവൻ പറഞ്ഞ കാര്യം അംഗീകരിക്കുകയും അവന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റേയാൾ വിചാരിച്ചാൽ പോലും മറുപടി പറയാൻ കഴിയില്ല. പുഞ്ചിരിയോടെ ചെയ്യുന്ന അപമാനമാണ് ഏറ്റവും വലിയ അപമാനമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം കോപത്തോടെയുള്ള ആക്രമണം മറ്റേയാൾക്ക് പോരാടാനുള്ള അവസരം നൽകുന്നു, എന്നാൽ തണുത്ത ആക്രമണം അവന്റെ മനസ്സിൽ വിഷം പോലെ ഇറങ്ങുന്നു. രാവും പകലും അവൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥ വിജയം. തിരിച്ചുള്ള ആക്രമണം എപ്പോഴും നിങ്ങൾ ശാന്തനാണെന്ന് തോന്നുന്നതും എന്നാൽ മറ്റേയാൾ ഉള്ളിൽ നിന്ന് തകരുന്നതുമായിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവനോട് ദേഷ്യമുണ്ടെന്ന് മറ്റൊരാളെയും തോന്നിപ്പിക്കരുത്. നീരസം കാണിക്കുകയെന്നാൽ നിങ്ങളുടെ ദൗർബല്യം കാണിക്കുക എന്നാണ്. അവൻ നിങ്ങളെ സ്വാധീനിച്ചുവെന്ന് മറ്റേയാൾക്ക് മനസ്സിലായാൽ അവൻ വീണ്ടും കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇവിടെ ചാണക്യന്റെ തന്ത്രം ഇതിലും ഭയാനകമാണ്. ദേഷ്യമല്ല, പെരുമാറ്റമാണ് മാറ്റേണ്ടത്. മുമ്പ് ദിവസവും സംസാരിച്ചിരുന്നവർ ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ മാത്രം. മുമ്പ് ആദ്യം ആശംസിച്ചിരുന്നവർ ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ, പരാതികളില്ലാതെ, ഏറ്റവും അവസാനം. പതുക്കെ പതുക്കെ മറ്റേയാൾ അസ്വസ്ഥനാകാൻ തുടങ്ങും. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നവൻ ചിന്തിക്കും. ഇവൻ പെട്ടെന്ന് മാറിയതെന്താണ്? അവൻ ചോദിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ മാനസികമായി വളരെ മുന്നിലെത്തിയിട്ടുണ്ടാകും. ദേഷ്യം കാണിക്കുന്നവൻ ദുർബലനാണെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ ദേഷ്യം കാണിക്കാതെ പ്രതികാരം ചെയ്യുന്നവനാണ് യഥാർത്ഥ രാജാവ്. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും അപകടകരവും മികച്ചതുമായ തന്ത്രമാണിത്. ഇനി വരുന്നത് അവസാനത്തേതും ഏറ്റവും ശക്തവുമായ ആയുധമാണ്. ആളുകൾക്ക് നിങ്ങളെ താഴെ നിന്ന് നോക്കേണ്ടി വരുന്നത്ര ഉയരത്തിലേക്ക് നിങ്ങളെത്തന്നെ വളർത്തുക. സുഹൃത്തുക്കളെ, ഇതാണ് ചാണക്യന്റെ ഏറ്റവും നിശബ്ദവും എന്നാൽ ഏറ്റവും അപകടകരവുമായ തന്ത്രം. ആളുകളുമായി വഴക്കിട്ട് അവരെ അവരുടെ സ്ഥാനം ഓർമ്മിപ്പിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അതേ ലെവലിൽ തന്നെ കുടുങ്ങിക്കിടക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾക്ക് നിങ്ങളെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നത്ര ഉയരത്തിൽ നിങ്ങളെത്തുന്ന ആ ദിവസം ഈ കളി അവസാനിക്കും. പിന്നെ ആരെയും അവരുടെ സ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യമില്ല, കാരണം ആളുകൾ സ്വയം അവരുടെ സ്ഥാനത്തേക്ക് വന്നുകൊള്ളും. ഉയരം എന്നത് ഏറ്റവും വലിയ ഭാഷയാണ്. മിണ്ടാതെ തന്നെ അത് എല്ലാം പറയുന്നു. നിങ്ങൾ എത്രത്തോളം വിജയശ്രീലാളിതനാകുന്നുവോ, എത്രത്തോളം ശാന്തനാകുന്നുവോ, എത്രത്തോളം ശക്തനും സ്വയം പര്യാപ്തനുമാകുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ ഭയപ്പെടുമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നതിനാലല്ല, നിങ്ങൾക്കെന്തും ചെയ്യാൻ കഴിയുമെങ്കിലും നിങ്ങൾ നിശബ്ദനായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭയം. ഈ ഭയമാണ് ഏറ്റവും ആഴത്തിലുള്ളത്. ചാണക്യന്റെ അവസാനത്തെ വാക്യം വളരെ വ്യക്തമാണ്. നിർബന്ധിച്ചോ മധുരവാക്കുകളിലൂടെയോ ആളുകൾ കാണിക്കുന്നതല്ല ഏറ്റവും വലിയ ബഹുമാനം. പേടികൊണ്ട് ആളുകൾ നൽകുന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം. കാരണം ഭയത്താൽ കുനിഞ്ഞ ശിരസ് പിന്നീട് ഒരിക്കലും നിവർന്നു നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഈയൊരു പ്രതിജ്ഞ എടുക്കുക. ഇന്നു മുതൽ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും. ഇന്നു മുതൽ വമ്പന്മാർ പോലും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതിനു മുമ്പ് വാക്കുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാകാൻ നിങ്ങൾ പോവുകയാണ്.
ഒരൊറ്റ നോട്ടം കൊണ്ട് അന്തരീക്ഷം മാറ്റാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങളെ തൊടുന്നതിനു മുമ്പ് ആളുകൾ 100 തവണ ചിന്തിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറും. ഇതിനായി നിങ്ങൾ ബഹളമുണ്ടാക്കുകയോ വഴക്കിടുകയോ ചെയ്യേണ്ടതില്ല. എല്ലാവർക്കും നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന രീതിയിൽ നിങ്ങളെത്തന്നെ വിലപ്പെട്ടവനാക്കുക മാത്രമാണ് വേണ്ടത്. നിങ്ങൾ ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വന്തം അതിർവരമ്പുകൾ എങ്ങനെ വരയ്ക്കണം എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ അതിർവരമ്പുകൾ കടക്കുന്നവനെ കൈ ഉയർത്താതെ മോശമായി സംസാരിക്കാതെ ഒറ്റ നിമിഷത്തിൽ അവന്റെ സ്ഥാനം എങ്ങനെ ഓർമ്മിപ്പിക്കാം എന്നതാണ്. എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ ഭാഗം ആരംഭിക്കുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ആളുകൾ പോലും നിങ്ങളോട് ചോദിച്ചതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ബോസ് നിങ്ങളോട് സംസാരിക്കുന്നതിനു മുമ്പ് 10 തവണ ചിന്തിക്കും. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം കാരണം നിങ്ങളുടെ പങ്കാളി ഓരോ ചുവടും സൂക്ഷിച്ചേ വയ്ക്കൂ. ആളുകൾക്ക് നിങ്ങളുടെ വിലയുടെ വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണിത്. നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് അവരോട് പറയാതെ തന്നെ. അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ശ്വാസമെടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക. ചാണക്യൻ തന്റെ ഏറ്റവും അപകടകരമായ രഹസ്യവിദ്യ ഒളിപ്പിച്ചുവെച്ച ആ കൊടുങ്കാട്ടിലേക്ക് എന്നോടൊപ്പം വരൂ. അവിടെ നിന്ന് നിങ്ങൾ വെറുമൊരു സാധാരണക്കാരനായല്ല, മറിച്ച് ലോകം തലകുനിച്ചു നോക്കുന്ന ഒരാളായിരിക്കും മടങ്ങിവരിക. ഇനി ഈ പാഠത്തിലെ ആദ്യത്തെയും ഏറ്റവും അപകടകരവുമായ നിയമം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നോ ഒരിക്കലും ആരോടും പറയരുത്. കാരണം ഇവ രണ്ടും നിങ്ങളുടെ ശക്തിയല്ല, ദൗർബല്യമാണ്. നിങ്ങൾ ദേഷ്യം കാണിക്കുന്ന ദിവസം നിങ്ങൾ അവനെ സ്പർശിച്ചുവെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകും. ഒപ്പം നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ദിവസം ഇനി നിങ്ങളെ ഉപയോഗിക്കാമെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തി നിങ്ങളെ വിരൽത്തുമ്പിലിട്ട് നൃത്തം ചെയ്യിക്കാൻ തുടങ്ങുമെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ ദേഷ്യമായാലും സ്നേഹമായാലും രണ്ടും നിങ്ങളുടെ നെഞ്ചിൽ കുഴിച്ചുമൂടുക. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരൊറ്റ മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ. ശാന്തവും തണുത്തതും നിഗൂഢവുമായ മുഖം, എളുപ്പത്തിൽ വായിക്കാൻ കഴിയാത്ത ഒരു മുഖം. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ആളുകൾ വീണ്ടും വീണ്ടും ശ്രമിക്കും, പക്ഷേ ഓരോ തവണയും പരാജയപ്പെടും. ഓർക്കുക, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമയാണ് ഏറ്റവും അപകടകാരി. ചാണക്യന്റെ തത്വം ഇതാണ്: ആരുടെ മനസ്സാണോ നിഗൂഢതയായി മാറുന്നത് അവൻ ലോകം മുഴുവൻ കീഴടക്കുന്നു. ഇനി നേരിട്ട് ഹൃദയത്തിൽ കൊള്ളുന്ന രണ്ടാമത്തെ ആയുധം വരുന്നു: നിങ്ങളുടെ അഭാവം. ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണാനും നിങ്ങളെ വിലമതിക്കാതിരിക്കാനും തുടങ്ങുമ്പോൾ തർക്കിക്കരുത്, പരാതിപ്പെടരുത്, വെറുതെ അപ്രത്യക്ഷമാകുക. ഫോൺ എടുക്കുന്നത് നിർത്തുക. മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരിക്കുക. കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിലും നിശബ്ദത പാലിക്കുക. തുടക്കത്തിൽ അവൻ ചിരിക്കും, ഒരു കുഴപ്പവുമില്ലെന്ന് അവൻ കരുതും. പിന്നെ കുറച്ച് അസ്വസ്ഥതയുണ്ടാകും. പിന്നെ ചോദ്യങ്ങൾ ഉയരും. പിന്നെ ഒരു ദിവസം അതേ വ്യക്തി നിങ്ങളെ അന്വേഷിച്ചു വരും. അവൻ വരുമ്പോൾ അവന് പണ്ടത്തെ ആ അഹങ്കാരം ഉണ്ടാകില്ല. എന്തുപറ്റി? എല്ലാം കുഴപ്പമില്ലല്ലോ എന്നവൻ ചോദിക്കും. ചാണക്യന്റെ തന്ത്രം പൂർത്തിയാകുന്ന നിമിഷമാണിത്. അതെ, എല്ലാം ഓക്കെയാണ്, കുറച്ച് തിരക്കിലായിരുന്നുവെന്ന് ചെറിയൊരു ചിരിയോടെ നിങ്ങൾ പറഞ്ഞാൽ മതി. വെറും ഇത്രമാത്രം. നിങ്ങളുടെ അഭാവം അവന്റെ ജീവിതത്തിലൊരു ശൂന്യതയുണ്ടാക്കുന്നുവെന്ന് ആ ദിവസം അയാൾക്ക് മനസ്സിലാകും. നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്തവന് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. അവൻ എപ്പോഴും തലകുനിച്ചു നിൽക്കും. അവൻ ശ്രദ്ധയോടെ സംസാരിക്കും. ഒപ്പം നിങ്ങളുടെ സ്ഥാനം ഒരിക്കലും മറക്കാനും കഴിയില്ല. ഇതാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള യഥാർത്ഥ കല. ദേഷ്യമില്ല, സ്നേഹമില്ല, ബഹളമില്ല, വെറും ശാന്തത, അകലം, ഒപ്പം നിഗൂഢത. ഇനി മൂന്നാമത്തെ നിയമം വരുന്നു: ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ മറുപടി നൽകുക, എന്നാൽ കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ. സുഹൃത്തുക്കളെ, ഒരു വ്യക്തി നിങ്ങളെ കളിയാക്കുമ്പോഴോ നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. നിങ്ങൾ ആ നിമിഷം തന്നെ ന്യായീകരിക്കാനും തർക്കിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾ അവന്റെ കെണിയിൽ വീഴുന്നു. ചാണക്യന്റെ നയം ഇവിടെ വളരെ വ്യക്തമാണ്. ഉടനടി മറുപടി നൽകരുത്. മിണ്ടാതിരിക്കുക, സമയം വരട്ടെ. ഒരാൾ പറയുന്നുവെന്ന് കരുതുക, നീ വെറുതെ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഒന്നും പറയരുത്. എന്നാൽ 2-4 ദിവസത്തിനു ശേഷം അതേ വ്യക്തി നിങ്ങളോട് സഹായം ചോദിക്കാൻ വരുമ്പോൾ ശാന്തമായ സ്വരത്തിൽ പറയുക, അതെ, ഞാൻ വെറുതെ സംസാരിക്കുക മാത്രമല്ലേയുള്ളൂ, അത് മറ്റാരെങ്കിലും ചെയ്യും ഇതിലും നന്നായിട്ട്. ഇത്രമാത്രം പറയുമ്പോഴേക്കും അവന്റെ അഹങ്കാരമെല്ലാം തകർന്നു തരിപ്പണമാകും. അതുപോലെ തന്നെ നിന്നെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ദേഷ്യത്തിൽ മറുപടി പറയരുത്. പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, അതെ, തീർച്ചയായും, അതുകൊണ്ടല്ലേ നീ എന്റെ അടുത്തേക്ക് തന്നെ വന്നത്. ഈ മറുപടി നേരെ ഹൃദയത്തിൽ കൊള്ളൂ. താൻ നിസ്സാരനായി കണ്ടവൻ തനിക്ക് മുകളിലാണെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകൂ. നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവന് അവന്റെ അതേ ഭാഷയിൽ അവന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുക്കുക എന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ അത് എത്രത്തോളം ശാന്തമായാണോ അവൻ സ്വയം ശപിക്കാൻ തുടങ്ങുന്നത്, അത്രയും ശാന്തമായി വേണം. ഇതാണ് യഥാർത്ഥ തിരിച്ചുള്ള ആക്രമണം. ഇനി വരുന്നത് 4ാമത്തെ ആയുധമാണ്. അവന്റെ ഏറ്റവും വലിയ ദൗർബല്യം അവന്റെ ശക്തിയാകാൻ അനുവദിക്കരുത്. ഓരോ വ്യക്തിക്കും ഉള്ളിൽ ഒരു മറഞ്ഞിരിക്കുന്ന ദൗർബല്യമുണ്ടാകും.
ചിലർ പണത്തോട് ആർത്തി കാണിക്കുന്നവരാകും. ചിലർ ബഹുമാനത്തിനു വേണ്ടി കൊതിക്കുന്നവരും മറ്റു ചിലർ എപ്പോഴും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്നവരുമാകും. മിക്ക ആളുകളും ഈ തെറ്റാണ് ചെയ്യുന്നത്. അവർ മറ്റേയാളുടെ ദൗർബല്യം നിറവേറ്റാൻ തുടങ്ങുകയും അതേ ദൗർബല്യം അവന്റെ ശക്തിയായി മാറുകയും ചെയ്യുന്നു. ചാണക്യന്റെ നയം ഇതിന് നേരെ വിപരീതമാണ്. ബഹുമാനം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവനെ പ്രശംസിക്കരുത്. പണത്തോട് അത്യാർത്തിയുള്ളവനാണെങ്കിൽ അവന് കടം കൊടുക്കരുത്. ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവന് നിങ്ങളുടെ സമയം കൊടുക്കരുത്. നിങ്ങൾ അവന്റെ ദൗർബല്യത്തെ എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രത്തോളം അവൻ ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങും. ഇനി നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. മറ്റൊരാളുടെ ദൗർബല്യത്തിൽ ഇടപെടരുത് എന്ന് ചാണക്യൻ പറയുന്നു. അതുപോലെ തന്നെ വിട്ടേക്കുക. ആ ദൗർബല്യം തന്നെ അവന്റെ മുന്നിൽ നിങ്ങളെ ഉയർത്തുകയും അവനെ ചെറുതാക്കുകയും ചെയ്യും. വഴക്കില്ലാതെ ബഹളമില്ലാതെ വിവേകവും തന്ത്രവും കൊണ്ട് മാത്രം ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള യഥാർത്ഥ തന്ത്രമാണിത്. ഇനി വരുന്നത് അഞ്ചാമത്തെയും ഏറ്റവും ക്രൂരവുമായ ആയുധമാണ്: അപൂർണമായി നൽകുക. ഈ തന്ത്രം വളരെ അപകടകരമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ആളുകൾ സ്വയം നിങ്ങളുടെ ചുറ്റും കറങ്ങാൻ തുടങ്ങും. നിയമം വളരെ ലളിതമാണ്. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന് നൽകുക. എന്നാൽ അത് ഒരിക്കലും പൂർണ്ണമാകാൻ അനുവദിക്കരുത്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് സ്നേഹം നൽകുക. അവൻ ആശ്വസിക്കുന്നത്ര നൽകരുത്. ആരെങ്കിലും ബഹുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ മാത്രം ബഹുമാനിക്കുക. അവൻ നിങ്ങളെക്കാൾ വലിയവനാണെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നത്ര നൽകരുത്. ആർക്കെങ്കിലും നിങ്ങളുടെ സമയം വേണമെങ്കിൽ കാണുക, സംസാരിക്കുക, എന്നാൽ പൂർണ്ണമായും ലഭ്യമാകരുത്. അപൂർണമായി ലഭിക്കുന്നതിന്റെ പിന്നാലെയാണ് ആളുകൾ ഓടുന്നത് എന്നതാണ് ലോകത്തിന്റെ കൈപേറിയ സത്യം. ഒരാൾക്കെല്ലാം ലഭിക്കുന്ന ആ ദിവസം അവന്റെ ആർത്തി അവസാനിക്കുകയും നിങ്ങളുടെ വില കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരിക്കലും പൂർത്തിയാക്കാത്തത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ ഓടുമെന്ന് ചാണക്യൻ പറയുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നിയമം പുറം ലോകത്തിന് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം വീടിനും കൂടിയുള്ളതാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ, കുട്ടികൾ എന്നിങ്ങനെ എല്ലാവരുമായും വ്യക്തമായ ഒരു അതിർവരമ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതേ ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുക. എന്നാൽ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക, എന്നാൽ കൂടുതൽ കൊഞ്ചിക്കരുത്. ഭാര്യയെ സ്നേഹിക്കുക, എന്നാൽ ഭയം ഇല്ലാതാകുന്നത്ര നൽകരുത്. ഭർത്താവിനെ ബഹുമാനിക്കുക, എന്നാൽ അവന്റെ എല്ലാ കാര്യങ്ങൾക്കും തലയാട്ടരുത്. വീട്ടിലെ ആളുകൾ പോലും നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുന്ന ആ ദിവസം മുതൽ പുറത്തുള്ള ജീവിതവും തകരാൻ തുടങ്ങും. സ്വന്തം വീട് സംരക്ഷിക്കാത്തവൻ പുറത്ത് രാജാവായാലും അടിമയായി തുടരുമെന്ന് ചാണക്യൻ പറയുന്നു. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുകയെന്നാൽ അഹങ്കരിക്കുക എന്നല്ല അർത്ഥമെന്ന് അവസാനമായി മനസ്സിലാക്കുക. സ്വന്തം മാനത്തെ സംരക്ഷിക്കുക എന്നാണ് ഇതിനർത്ഥം. ആരെയും നിങ്ങളുടെ മേൽ കയറാൻ അനുവദിക്കാതെ ശാന്തമായി ചിരിച്ചുകൊണ്ട് മറ്റേയാൾ സ്വയം കീഴടങ്ങുന്നത്ര ശക്തി കാണിക്കുക എന്നാണ്. ആളുകൾ ഉപയോഗിച്ചിരുന്ന ആ പഴയ വ്യക്തിയല്ല നിങ്ങൾ ഇന്നുമുതൽ. ഇന്നുമുതൽ നിങ്ങൾ മറ്റുള്ളവരാൽ ഉപയോഗിക്കപ്പെടാൻ ആളുകൾ വരിനിൽക്കുന്ന വ്യക്തിയാണ്. ഇനി നിങ്ങളുടെ തോൾ നേരെയാക്കുക, നിങ്ങളുടെ നോട്ടം ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ലോകത്തോട് വ്യക്തമായി പറയുക: എന്റെ സ്ഥാനം ഇപ്പോൾ എന്റെ കൈകളിലാണ്. നിങ്ങൾ ഇതുവരെ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തേത്, നിങ്ങളുടെ സ്വന്തം അതിർവരമ്പ് വരയ്ക്കുക. രണ്ടാമത്തേത്, ആ അതിർവരമ്പ് കടക്കുന്നവനെ വഴക്കിടാതെ സ്ഥാനത്ത് കൊണ്ടുവരിക. മൂന്നാമത്തേത്, സംസാരിക്കാതെ തന്നെ ആളുകൾക്ക് നിങ്ങളുടെ സ്ഥാനത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തുക. ഇനി വരുന്നത് 4ാമത്തെയും അവസാനത്തെയും ഭാഗമാണ്. ചാണക്യൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനോട് മാത്രം പറഞ്ഞ ആ ഭാഗം. ഈ ഭാഗം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും അവരുടെ സ്ഥാനത്ത് നിർത്തേണ്ട ആവശ്യമേ വരില്ല. കാരണം ആളുകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്വന്തം സ്ഥാനം അവർ തീരുമാനിക്കും. ഈ ഭാഗത്തെ ആദ്യത്തെയും ഏറ്റവും ക്രൂരവുമായ നിയമം ഇതാണ്: നിങ്ങളുടെ വിജയം ഒരിക്കലും പ്രകടിപ്പിക്കരുത്, എന്നാൽ അതിന്റെ സുഗന്ധം തീർച്ചയായും പരത്തുക. പുതിയ വാഹനം വന്നാൽ ബഹളമുണ്ടാക്കരുത്. ഇടയ്ക്കിടെ അതിൽ യാത്ര ചെയ്യുക. പ്രൊമോഷൻ ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കരുത്. പുതിയ വിസിറ്റിംഗ് കാർഡ് നൽകുക. വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അടിക്കുറിപ്പെഴുതേണ്ട. വെറുതെ ചിത്രങ്ങൾ ഇടുക. ആളുകൾ സ്വയം കാര്യങ്ങൾ കൂട്ടിയിണക്കി നിങ്ങൾ അവരെക്കാൾ വളരെ മുന്നിലാണെന്ന് മനസ്സിലാക്കും. വിജയത്തിന്റെ ശബ്ദമുണ്ടാക്കരുത്, അതിന്റെ മാറ്റുലി സൃഷ്ടിക്കുക എന്ന് ചാണക്യൻ പറയുന്നു. 2ാമത്തെ നിയമം ആളുകളുടെ മുന്നിൽ കുറച്ച് സംസാരിക്കുക എന്നതാണ്. എന്നാൽ ഓരോ വാക്കും വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടുന്നത്ര ഭാരമുള്ളതായിരിക്കണം. സുഖമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം പോകുന്നു എന്ന് പറയുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം എന്ന് പറയുക. ഇത്രമാത്രം ആളുകൾ രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അവരുടെ മനസ്സിൽ വലുതായിക്കൊണ്ടിരിക്കും. കൂടുതൽ സംസാരിക്കുന്നവന്റെ വില കുറയുമെന്ന് ചാണക്യൻ പറയുന്നു. 3ാമത്തെ ആയുധം, തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ തന്നെ ആളുകളെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നതാണ്. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താൽ നേരിട്ടൊന്നും പറയരുത്.
അടുത്ത തവണ അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ അവരോട് പറയുക, പഴയ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത്രമാത്രം. അവൻ അത് സ്വയം മനസ്സിലാക്കും. അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ വരുന്നതിനു മുമ്പ് അവൻ 100 തവണ ചിന്തിക്കും. സ്വന്തം തെറ്റ് സ്വയം കണ്ടെത്താൻ നിങ്ങൾ ആരെയാണോ നിർബന്ധിക്കുന്നത്, അവൻ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചേ നടക്കൂ എന്ന് ചാണക്യൻ പറയുന്നു.